മാങ്കൂട്ടത്തിൻ്റെ തന്നെ കുറേ വലിയ കൊമ്പനായിട്ട് വലിയ കൊമ്പനാനെ കൊണ്ട് കുലുക്കി നിന്ന ആളല്ലേ. 2 കൊമ്പ് ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കല്ലേ നിലത്ത്. ഇപ്പോൾ MLA സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ. പെൺവിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ ഒരു മാനദണ്ഡമായി ഉണ്ടാകുന്നത് ജനപ്രീതി നേടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. നമസ്കാരം. വലിയ കൊമ്പ് കുലുക്കി തലയെടുപ്പോടുകൂടി ഗുരുവായൂർ കേശവന്റെ പോലെ മതിച്ചു പുളച്ച് നടന്ന ആനയായിരുന്നുവല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ 2 കൊമ്പും 2 കാലും ഒടിഞ്ഞതാ വീണ് കിടക്കുന്നു. ഇനിയിപ്പോൾ MLA സ്ഥാനം വരെ പോകും എന്ന മട്ടിലേക്ക് ഒരു പെൺവിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു. ഇത് വലിയ നാണക്കേട് തന്നെയാണ്. ഇതെൻ്റെ വാക്കുകളല്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാലക്കാട് MLAക്ക് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു അയാളുടെ വാസം. അയാൾ കൊമ്പ് കുലുക്കി തന്നെയാണ്, അഹങ്കാരത്തിൻ്റെ കൊമ്പ് കുലുക്കി തന്നെയാണ് നടന്നിരുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. വെള്ളാപ്പള്ളി നടേശനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ നീരസങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. ആരെക്കുറിച്ചും എപ്പോഴും ഏതു തരത്തിലുള്ള അഭിപ്രായം പറയുന്നതിനും വെള്ളാപ്പള്ളി നടേശന് യാതൊരു തരത്തിലുള്ള ഒരു സങ്കോചവും നാം കണ്ടിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനമാണോ നടത്തിയിരിക്കുന്നത് എന്നറിയില്ല. VD സതീശൻ എന്നെ നിരന്തരമായി വേട്ടയാടുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്തർത്ഥത്തിലാണ് VD സതീശൻ തന്നെ വേട്ടയാടുന്നത് എന്ന് വ്യക്തമാക്കുവാൻ വെള്ളാപ്പള്ളിക്ക് അന്ന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സമുദായത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവിനെ എങ്ങനെയാണ് VD സതീശനെ പോലുള്ള ആളുകൾ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ വേട്ടയാടുന്ന തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വെള്ളാപ്പള്ളി നടേശനും സാധ്യമായില്ല. VD സതീശൻ പറവൂരിൽ തോക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകാം എന്നുള്ള ധാരണയോടുകൂടിയാണ് ഇരിക്കുന്നത്. UDFന് 90 സീറ്റ് തികച്ചു കിട്ടില്ല എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ അന്ന് പത്രപ്രസ്താവന ഇറക്കുകയുണ്ടായി. ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശൻ്റെ അരുമ ശിഷ്യനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ തികച്ചും വിപ്ലവകരമായി തന്നെയുള്ളൊരു തിരിച്ചടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. അഥവാ അതിതീവ്രമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. പൊതുപ്രവർത്തകർക്കെല്ലാവർക്കും സ്വഭാവശുദ്ധി വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളുടെ വോട്ട് കിട്ടുവാൻ, അവരുടെ അഭിപ്രായം കിട്ടുവാൻ വേണ്ടി, സ്നേഹം നേടുവാൻ വേണ്ടി, വിശ്വാസ്യത നേടുവാൻ ഓരോ പൊതുപ്രവർത്തകർക്കും വളരെ സ്വഭാവശുദ്ധി ആവശ്യമാണ്. ജനങ്ങൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം നേതാക്കളെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഇന്ന് പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്വഭാവശുദ്ധി ഉള്ളത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം. ഇന്ന് അറിയപ്പെടുന്ന പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. ഇവരിൽ പലർക്കും പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പിന്തുണ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്നാൽ അങ്ങനെ കളങ്കിതരായ ആളുകൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന ഈ ആദർശപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും അന്ന് നടത്തിയതായി നാം കാണുന്നില്ല. അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ കൂടി സ്വഭാവശുദ്ധി കാണിക്കണമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പൊതുരംഗത്താവട്ടെ ഇനിയിപ്പോൾ അല്ലാതെ സാധാരണ ജീവിതത്തിലാവട്ടെ എല്ലാവരും സ്വഭാവശുദ്ധിക്ക് ഉടമകൾ തന്നെ ആയിരിക്കണം, എല്ലാവരും സ്വഭാവശുദ്ധിയുള്ളവർ തന്നെ ആയിരിക്കണം. അതിന് നമ്മുടെ നീതിന്യായ സംഹിതകളും സാരോപദേശ കഥകളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. നന്മ ചെയ്യുക, നന്മയിലൂടെ സഞ്ചരിക്കുക, ന്യായയുക്തമായി ജീവിക്കുക, നീതിയുക്തമായി ജീവിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അതുതന്നെയാണ് മറ്റൊരാൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുക, ഇതൊക്കെ സാമാന്യ പാഠങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർജിക്കുന്നവരെല്ലാവരും തന്നെ സ്വഭാവശുദ്ധി ഉണ്ടാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നുള്ളത് വളരെ ശരി തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിലെ കഴമ്പ് അടിസ്ഥാനം എന്താണെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇന്നുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടില്ല, കോടതിയിലും പരാതി നൽകിയിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം നിയമത്തിന് മുന്നിൽ എത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും നിലനിൽക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സ്വഭാവശുദ്ധി എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനത്തിൽ ഒരു മാനദണ്ഡമായി ഉണ്ടാകുന്നത് ജനപ്രീതി നേടാൻ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ആ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ ജനം
അങ്ങേറ്റം വെറുക്കും എന്നുള്ളത് മാങ്കൂട്ടത്തിൻ്റെ തന്നെ തെളിവ്. കാരണം വലിയ കൊമ്പനായിട്ട് വലിയ കൊമ്പനാനെ കൊണ്ട് കുലുക്കി നിന്ന ആളല്ലേ. 2 കൊമ്പ് ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കല്ലേ തരത്ത്. ഇപ്പോൾ MLA സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ പെൺ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്.